അതൊക്കെ നിങ്ങളുടെ ധാരണ. പക്ഷേ അവർക്കാർക്ക് ബുദ്ധിയില്ലാത്തതൊന്നും അല്ലല്ലോ. ഇപ്പോൾ സുകുമാരൻ നായർ സാർ 63 വർഷം NSS നയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ മാറ്റങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള ആളല്ലേ അദ്ദേഹം. ബഹുമാനെ വെള്ളാപ്പള്ളി നടേശ് 30 വർഷമായി SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി പ്രതിനിധി. അദ്ദേഹത്തിന് ബുദ്ധിയില്ല. ഞങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അവർ കേൾക്കുന്നത്, ഞങ്ങളെക്കാൾ എത്രയോ മിടുക്കന്മാരായ സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്യുന്നവരവർ. അത് അവരുടെ കാര്യം. ഞാൻ ഉന്നയിച്ച വിഷയം അതല്ല. ഞങ്ങളുടെ നിലപാട്, ഞാൻ ഉന്നയിച്ച വിഷയം വേറെയാണ്. ഞാൻ ഉന്നയിച്ച വിഷയം മതസ്പർദ്ധ വരുത്തുന്ന അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ശരിയല്ല. അത് പ്രത്യേകിച്ച് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഒരു വലിയ പരിപാടിയിൽ അത്തരത്തിൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പേര് പരാമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പേര് പരാമർശിക്കാതെ നടത്തിയ പ്രയോഗം ഉചിതമായില്ല. അത് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കുന്നത് യോജിച്ചല്ല. അതിന് അദ്ദേഹം മാപ്പ് പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ധ്രുവീകരണം ഉണ്ടാക്കാനാണല്ലോ ശ്രമിക്കുന്നത്. ആ ധ്രുവീകരണം ഇല്ലാതല്ലേ ഞങ്ങൾ 2016-ലും 2021-ലും ഭരിച്ചത്. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഭരിക്കാൻ പോവാണല്ലോ. ധ്രുവീകരണത്തിന് മുൻകൈ എടുക്കുന്നവർ കേരളത്തിൽ ജയിക്കില്ല. ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ല. അത് പ്രതിപക്ഷ നേതാവിന് മനസ്സിലാകാൻ പോകുന്നേ ഉള്ളൂ. ഇത്തരം കാര്യങ്ങൾ, അബദ്ധജടിലമായ കാര്യങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് ധരിക്കരുത്. മതേതരവാദികളായ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യില്ല, നിങ്ങൾ എഴുതി വെച്ചോ. മതേതരവാദികളായ ക്രിസ്ത്യാനി വോട്ട് ചെയ്യില്ല, മതേതരവാദികളായ ഹൈന്ദവർ വോട്ട് ചെയ്യില്ല. അവർക്കാണ് ഈ കേരളത്തിൽ ഭൂരിപക്ഷം. അല്ല, സമുദായങ്ങൾ തമ്മിൽ ഐക്യപ്പെടുന്നതോ ഐക്യപ്പെടാതിരിക്കുന്നതോ CPM-ൻ്റെ വിഷയമല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സാമുദായിക ഇടപെടൽ പാടില്ലെന്ന് ഞങ്ങളുടെ നിലപാട്. രാഷ്ട്രീയത്തിന് വെടിക്ക് പോകണം, സമുദായത്തിൻ്റെ വെടിക്ക് പോകണം. അതാണ് ഞങ്ങളുടെ നിലപാട്. വെള്ളാപ്പള്ളി പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെയെന്നുള്ളതല്ല, മുസ്ലിം ലീഗിനെതിരെയാണ് തന്റെ നിലപാട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ ആവർത്തിച്ച് അത് പറഞ്ഞല്ലോ. മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. മുസ്ലിം ലീഗ് കേരളത്തിൽ ഉണ്ടാക്കുന്ന ധ്രുവീകരണം ആർക്കും മനസ്സിലാകുന്നില്ല. മുസ്ലിം ലീഗ് കേരളത്തിൽ ഒരു വിഭാഗത്തെ വർഗീയമായി ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ള വസ്തുതയല്ലേ, അതിനാർക്കാണ് മനസ്സിലാകത്തല്ല. മുസ്ലിങ്ങളെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് അഭിപ്രായം ഞങ്ങൾക്കില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. അങ്ങനെ അഭിപ്രായങ്ങളായാലും പറഞ്ഞുകൊണ്ട് യോജിക്കത്തുമില്ല. അഭിപ്രായം തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ലീഗിൻ്റെ രാഷ്ട്രീയം ഈ കേരളത്തിൽ വർഗീയത വളർത്തുന്ന രാഷ്ട്രീയമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല. ആ നിലപാട് തന്നെ ഞാൻ പറഞ്ഞത്.